ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ഓർഡർ ചെയ്യുന്നതിനെയാണ്. അതായത് മൊത്തം ഒബ്ജക്റ്റിനെ എടുത്തുകൊണ്ടോ ടേക്കിംഗ് ഓൾ ഓർ സം ഓഫ് ദി ഒബ്ജക്റ്റ്, കുറച്ച് ഒബ്ജക്റ്റുകൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം എടുത്തുകൊണ്ടോ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന ആൽഫബറ്റ്സ്. ഓക്കെ, ഈ ആൽഫബറ്റ്സിനെ നമുക്ക് എത്ര രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഏതൊക്കെ രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ രൂപം ABC എന്ന് തന്നെ കൊടുക്കാം. ഇനി രണ്ടാമത്തെ എന്താകാം, ACB എന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. മറ്റൊരു രൂപം എന്താണ്, BCA എന്ന് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ BAC എന്ന് അറേഞ്ച് ചെയ്യാം. ഇനി വേറൊരു രൂപം എന്താണ്, CAB എന്ന് പറയുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഇനി CBA എന്ന് പറയുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. അതായത് 1 2 3 4 5 6 രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ABC എന്ന് പറയുന്ന ആൽഫബറ്റ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ പെർമ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് NPR. എന്നാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ് ആണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ടേക്കിംഗ്, എത്ര എലമെന്റ്സ് ആണോ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് R എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, P എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. അതായത് NPR ഇസ് ഈക്വൽ ടു എന്താണ്, N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ആണ്. അതായത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ടേം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ, ആ വാല്യൂവിന്റെ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് താഴോട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് താഴോട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ എല്ലാം പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 into 4 into 3 into 2 into 1 ആണ്. ഇനി 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 into 3 into 2 into 1 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 3 into 2 into 1. ഓക്കെ, ഇത്തരത്തില് വരുന്നതാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതായത് NPR എന്ന് പറയും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ABC എന്ന് പറയുന്ന ആൽഫബറ്റ്സ്, ഈ ABC എന്ന് പറയുന്ന ആൽഫബറ്റ്സിൽ നിന്ന് നമുക്ക് പെർമ്യൂട്ടേഷൻ ഫോം ചെയ്യണമെങ്കിൽ എത്ര രൂപത്തിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ NPR എന്ന് പറയുന്ന ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ N എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 3 എണ്ണമാണ്. ഓക്കെ, എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, 3 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി R എന്ന് പറയുന്നത് നമ്മൾ എല്ലാം എടുക്കുന്നു, മൊത്തം എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 ABC 3 എടുക്കുകയാണെങ്കിൽ R എന്താണ്, 3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ NPR എങ്ങനെയാണ് കാണുക, N എന്ന് പറയുന്നത് 3 ആണ്, R എന്ന് പറയുന്നതും 3 ആണ്. ഈ സീക്വൽ എന്ത് വരും, N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R എന്ന് പറഞ്ഞാൽ 3 മൈനസ് 3 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അതായത് ഇതെങ്ങനെ വരും, ഇവിടെ 3 മൈനസ് 3 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. അതുകൊണ്ട് ഇവിടെ 3 ഫാക്ടോറിയൽ എന്ന് മാത്രമേ ഉണ്ടാവും. അതായത് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into 2 into 1 ആണ്. ഈ സീക്വൽ എന്ത് വരും, 6 എന്ന് ആൻസർ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് എത്ര രൂപത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, 1 2 3 4 5 6. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഓൾ വേർഡ് ബ്രാൻഡ്സ് ബി പെർമ്യൂട്ടഡ്? ഓക്കെ, ബ്രാൻഡ്സ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എത്രയൊക്കെ രൂപത്തിൽ പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഓൾ വേർഡ് ആണ് എടുക്കുന്നത്, മൊത്തം വേർഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്രാൻഡ്സ് എന്നതിൽ എത്ര ലെറ്റർ ഉണ്ട്, 1 2 3 4 5 6 ആണ്. ഓക്കെ, അപ്പൊ N ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, 6 ആണ്. ഇനി ഇതിൽ മൊത്തം നമ്മൾ എടുക്കുകയാണ്, അപ്പൊ മൊത്തം എടുക്കുന്നുണ്ട് തന്നെ R ഈസ് ഈക്വൽ ടു എന്താണ്, 6 തന്നെയാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, NPR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, NPR എന്ന് പറയുന്നത് N എത്രയാണ്, 6 ആണ്, P
6 ആണ്. ഓക്കെ, NP6 ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ, അതായത് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, r മൈനസ് 6 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 മൈനസ് 6 എന്ന് പറയുന്നത് എന്താവും, 0 ആവും. അതായത് 6 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പൊ 6 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എന്താണ്, 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 5 ഇൻറ്റു 6 30, 30 ഇൻറ്റു 4 എത്ര വരും, 120, 120 ഇൻറ്റു 3 എത്ര വന്നു, 360 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര വരും, 360 ഇൻറ്റു 2 720 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ n-ഉം r-ഉം ഈക്വൽ ആണെങ്കിൽ, n-ഉം r-ഉം ഈക്വൽ ആണെങ്കിൽ NPR ഈസ് ഈക്വൽ ടു എന്താണ്, n ഫാക്ടോറിയൽ എന്നുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ n ഫാക്ടോറിയൽ കണ്ടാൽ മതി. ഓക്കെ, ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ കാണേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ഈക്വൽ ആകുമ്പോൾ അത് മൈനസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഹെക്സഗൺ ബി പെർമ്യൂട്ടഡ്? ഇപ്പൊ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയുണ്ട്, n എത്രയാണ്, 1 2 3 4 5 6 7 ആണ്. ഓക്കെ, ഇവിടെ 6ഉം മൊത്തം വേർഡിനെ ഓൾ ദി ലെറ്റേഴ്സ് ആണ്, മൊത്തം ലെറ്റേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. r is equal to എന്ത് തന്നെയാണ്, 7 തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ NPR is equal to എന്ത് ചെയ്താൽ മതി, n ഫാക്ടോറിയൽ ചെയ്താൽ മതി. ഇത്തരം ക്വസ്റ്റ്യൻ എല്ലാ ലെറ്റേഴ്സും എടുക്കുന്നതാണെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് 7 ആണ്, P7 is equal to n ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പൊ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, 5040 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഫാക്ടോറിയൽ കാണാൻ ഷിഫ്റ്റ് പ്ലസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഫാക്ടോറിയൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 4 ലെറ്റർ വേർഡ്സ് ക്യാൻ ബി പെർമ്യൂട്ടഡ് വിത്ത് ദി ലെറ്റർ ഓഫ് വേർഡ് ഫോർമുല? ഓക്കെ, ഇവിടെ നമുക്ക് ഫോർമുല എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് തന്നത്. ഇതിൽ എത്ര ലെറ്റർ ഉണ്ട്, 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ n ഈസ് ഈക്വൽ ടു എന്താണ്, 7 ആണ്. ഇതിൽ നമുക്ക് 4 ലെറ്റർ ഉള്ള വേർഡ് എത്ര രൂപത്തിൽ ഫോം ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ r ഈസ് ഈക്വൽ ടു എന്താണ്, 4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പെർമ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ എങ്ങനെയാണ്, NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ NPR, n എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്, 7p 4 ആണ് വരുന്നത്. r ഈസ് ഈക്വൽ ടു എന്താണ്, 4 ആണ്, ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ്, n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 7 ആണ്, 7 മൈനസ് r എന്ന് പറയുന്നത് 4 ആണ്, 7 മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും, 7 ഇൻറ്റു 6 ഇൻറ്റു നെക്സ്റ്റ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും, 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 3 വെട്ടിപ്പോകും, 2 വെട്ടിപ്പോകും, 1 വെട്ടിപ്പോകും. ഓക്കെ, ഈ സീക്വൽ ടു എന്തായിരിക്കും, 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 840 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സം പാർട്ട് എടുക്കുന്ന സമയത്തും നമ്മൾ ഇക്വേഷനിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇവിടെ NPR 7p4 എന്നല്ലേ ഉള്ളത്. അപ്പൊ ഇവിടെ എത്രയാണോ നമുക്ക് r തരുന്നത് അത്രയും സ്ഥാനം നമ്മൾ മുകളിൽ ചെയ്താൽ മതി. കാരണം ഇത് രണ്ടും എന്തായി പോകുന്നുണ്ട്, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 4 സ്ഥാനം, അതായത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4. ഓക്കെ, ഇത് മാത്രം നമ്മൾ ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. ഇതേപോലെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇവിടെ 4 ആണ് തന്നത്, 6, അത്രയും സ്ഥാനം നമ്മൾ ഫാക്ടോറിയൽ കണ്ടാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4. അപ്പൊ ഇവിടെ 4 സ്ഥാനം ആണ് ലാസ്റ്റ് നമുക്ക് വെട്ടിപ്പോയാൽ കിട്ടുന്നത്. ഇത്രയും സ്ഥാനം നമുക്ക് ഡയറക്ട്ലി ഈ സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. ഇനി അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്താൽ മതി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 10 പീപ്പിൾ ബി സീറ്റഡ് ഓൺ എ ബെഞ്ച് ഇഫ് ഓൺലി 3 സീറ്റ്സ് ആർ അവൈലബിൾ? ഇവിടെ എത്രയാണ്, n ഈസ് ഈക്വൽ ടു 10 ആണ്, 10 ആളുകളാണ് ഉള്ളത്. ഈ 10 ആളുകൾക്ക് എന്ത് ചെയ്യണം, ഒരു ബെഞ്ചിൽ ഇരിക്കണം. പക്ഷെങ്കിൽ ഇവിടെ എത്ര സീറ്റ് മാത്രമേ ഉള്ളൂ,
3 സീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ NPR കാൽക്കുലേറ്റ് ചെയ്യുന്നു. NPR is equal to എന്താണ്? NPR is equal to n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഇക്വേഷൻ. n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10 ആണ്. 10p, r എത്രയാണ്? 3 ആണ്. then n ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. n മൈനസ് r എന്ന് പറയുന്നത് എത്രയാണ്? n മൈനസ് r എന്ന് പറയുന്നത് 10 മൈനസ് 3 ആണ്. അതായത് ഇവിടെ എങ്ങനെ വരും? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ എന്ന് നമുക്ക് കിട്ടും. ആൻസർ എങ്ങനെ വരും? 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 എന്ന് വരും. ഡിവൈഡ് ബൈ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 into 6 into 5 into 4 into 3 into 2 into 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം വെട്ടിപ്പോവും, ഇവിടെയും വെട്ടിപ്പോവും. ലാസ്റ്റ് 10 into 9 into 8 എന്ന് ആൻസർ വരും. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 3 സ്ഥാനം വരെ നമ്മൾ ചെയ്താൽ മതി. ഡയറക്ട്ലി നമുക്ക് ഇവിടെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 10p3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 into 9 into 8 ആണ്. 3 ഫാക്ടോറിയൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 720 എന്ന് ആൻസർ കിട്ടും. 720 എന്ന് ആൻസർ കിട്ടും. ഇനി റിപ്പീറ്റഡ് ലെറ്റർ വേർഡിന്റെ കേസിൽ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് പെർമ്യൂട്ടേഷൻ വെൻ സം ഒബ്ജക്ട്സ് ആർ അലൈക്ക്. ഓക്കെ, ഒരേപോലെയുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഇക്വേഷൻ ആണ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ എക്സെട്ര nn ഫാക്ടോറിയൽ എന്നുള്ളതാണ്. ഇത് ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് പറയാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് പൊസസീവ്. പൊസസീവ് എന്ന് പറയുന്ന വേർഡിന്റെ എന്താണ് പെർമ്യൂട്ടേഷൻ കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റിപ്പീറ്റഡ് വേർഡുകൾ വരുന്നുണ്ട്. ഇവിടെ എസ് എന്ന് പറയുന്നത് 1 2 3 4 പ്രാവശ്യം എന്ത് വരുന്നുണ്ട്? എസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ n1 എന്ന് പറയുന്നത് എസ്സിനെ എടുക്കുന്നു, 4 പ്രാവശ്യം എസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഇ എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ n2 എന്നുള്ളത് നമ്മൾ ഇ ആയിട്ട് എടുക്കുന്നു, 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡുകൾ ഉണ്ടായില്ല. ഓക്കെ, ഇനി n3 എന്നുള്ളത് നമ്മൾ പി ആയിട്ട് എടുക്കുന്നു. പി എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണുള്ളത്. ഇനി n4 എന്ന് പറയുന്നത് ഓ ആയിട്ട് എടുക്കുന്നു. ഓ എത്ര പ്രാവശ്യമാണ് വരുന്നത്? 1 പ്രാവശ്യമാണ് വരുന്നത്. ഇനി അടുത്ത വരുന്നതാണ് ഐ ആണ് വരുന്നത്. n5 ഐ ആയിട്ട് എടുക്കുന്നു, ഇത് 1 പ്രാവശ്യമാണ് വരുന്നത്. ഇനി വി ആണ് നെക്സ്റ്റ്. n6 വി എന്ന് പറയുന്നതും 1 പ്രാവശ്യമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന വേർഡുകൾ വേറെ തന്നെ നമ്മൾ കാണിക്കുന്നു, റിപ്പീറ്റ് ചെയ്യാത്തത് ആ രൂപത്തിലും കാണിക്കുന്നു. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ഇവിടെ എസ് ആണ്. എസ് എന്ന് പറയുന്നത് 4 പ്രാവശ്യം, 1 2 3 4 ഇതേ രൂപത്തിൽ ഓരോ കൊടുക്കുന്നു. അത് n1 n2 n3 എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പെർമ്യൂട്ടേഷൻ കണ്ടെത്തുന്നത്. n എന്ന് പറയുന്നത് ഇവിടെ മൊത്തം n എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 ആണ്. ഓക്കെ, ടോട്ടൽ n വരുന്നത് 10 ആണ്. ഇതിൽ തന്നെ നമ്മൾ ഓരോ വേർഡിനെയും n കൊടുത്തുകൊണ്ടാണ് n1 n2 n3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെർമ്യൂട്ടേഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയൽ, അതായത് 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ. n1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി n2 ഫാക്ടോറിയൽ. n2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇനി n3 ഫാക്ടോറിയൽ. എന്താണ്? n3 എന്ന് പറയുന്നത് 1 ആണ്. 1 ഫാക്ടോറിയൽ ഇൻറ്റു n4 1 ഫാക്ടോറിയൽ. ദെൻ n5 1 ഫാക്ടോറിയൽ, 1 തന്നെയാണ്. ഇനി n6 1 തന്നെയാണ്, 1 ഫാക്ടോറിയൽ. ഓക്കെ അല്ലെ? അതായത് ഇതിനെ മാറ്റി എഴുതിക്കാൻ എങ്ങനെ വരും? 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 എന്ന് വരും. ഓക്കെ, ഇനി 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 into 3 into 2 into 1 വരും. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 1 into 1 ഫാക്ടോറിയൽ എന്നുള്ള 1 തന്നെയാണ്. ഇവിടെ എല്ലാം 1 വരും. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേപോലെയുള്ളതിനെ ജസ്റ്റ് നമ്മൾ വെട്ടുന്നു. 4ഉം 4ഉം വെട്ടിപ്പോയി, 3ഉം 3ഉം വെട്ടിപ്പോയി, 2ഉം 2ഉം വെട്ടിപ്പോകുന്നു. ഓക്കെ, 2ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ 6നെ വെട്ടാൻ പറ്റും. ഓക്കെ, 3 into 2 6 എന്ന് വരും.
ഇതിനെ മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ വരും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 5 എന്നുള്ള രൂപത്തിൽ വരും. അതായത് ഇതിനെ വർക്ക്ഔട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇത് കിട്ടും 75,600 എന്ന് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് റിപ്പീറ്റഡ് വേർഡിന്റെ കേസിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കാണുന്ന രീതി. ഈ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദി വേർഡ് മാനേജ്മെന്റ് ബി അറേഞ്ച്ഡ്? ഓക്കെ, മാനേജ്മെന്റ് എന്നതിനെ നമുക്ക് എത്ര രൂപത്തിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുക, എം എന്നുള്ളത് 1 2 പ്രാവശ്യം വരുന്നുണ്ട്, എ എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ട്, എൻ എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമ്മൾ റിപ്പീറ്റഡ് വേർഡ് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര nn ഫാക്ടോറിയൽ എന്നുള്ള രൂപത്തിൽ കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ n1 എന്നുള്ളത് എന്തായിട്ട് എടുക്കും? നമ്മൾ m ആയിട്ട് എടുക്കുന്നു. m 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? m എന്നുള്ളത് 2 പ്രാവശ്യം വരുന്നു, അത് n1 ആയിട്ട് എടുക്കുന്നു. ഇനി n2 എന്നുള്ളത് a തന്നെ എടുക്കാം, a 2 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി n3 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? n എടുക്കാം, n-ഉം 2 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്താണ്? e റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ n4 എന്തെടുക്കാം? e എന്ന് എടുക്കാം, അപ്പൊ അത് 2 പ്രാവശ്യം വരുന്നു. ഇനി ഇവിടെ ബാക്കി റിപ്പീറ്റഡ് ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാത്തതും നമ്മൾ എടുക്കുന്നു. g എന്ന് പറയുന്നത് n5 ആയിട്ട് എടുക്കുന്നു. g എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണ് വരുന്നത്. ഇനി n6 എന്ന് പറയുന്നത് t എടുക്കാം, t എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യമാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എന്താണ്? പെർമ്യൂട്ടേഷൻ കണ്ടെത്താൻ ഇത് എത്ര പ്രാവശ്യം അറേഞ്ച് ചെയ്യാം, എത്ര രൂപത്തിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ എക്സെട്ര ഇൻറ്റു എന്ത് പറയും? nn ഇൻറ്റു എന്ത് വരും? nn ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 ആണ്. ഓക്കെ, 10 ഫാക്ടോറിയൽ ആണ്. ടോട്ടൽ n വരുന്നത് 10 ആണ്. 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 ഫാക്ടോറിയൽ ഇൻറ്റു n2 എന്ന് പറയുന്നത് 2 ആണ്, 2 ഫാക്ടോറിയൽ ഇൻറ്റു n3 എന്ന് പറയുന്നത് 2 ആണ്, 2 ഫാക്ടോറിയൽ ഇൻറ്റു n4 എന്ന് പറയുന്നത് 2 ആണ്, 2 ഫാക്ടോറിയൽ ഇൻറ്റു n5 എന്ന് പറയുന്നത് 1 ആണ്, 1 ഫാക്ടോറിയൽ. n6 എന്ന് പറയുന്നത് 1 ആണ്, 1 ഫാക്ടോറിയൽ. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യുന്നു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ഇനി 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1, അടുത്തതും 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1, ഇനി അടുത്തതും 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1, അടുത്തതും 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1, ഇനി അടുത്തത് വരുന്നതാണ് 1 ഫാക്ടോറിയൽ 1 then 1. ഓക്കെ, അപ്പൊ ഇതേ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് 36,28,800 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് 2,26,800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.